നമ്മുടെയൊക്കെ കയ്യിൽ നിന്നിങ്ങനെ ഊർന്നു പോകുന്നൊരു നിധിയുണ്ടല്ലേ, അതാണ് സമയം. ആ നിധിയെ നമുക്ക് എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു തോന്നലുണ്ടല്ലോ, ദിവസം മുഴുവൻ ഓടി നടന്നിട്ടും ഒന്നും തീരുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നാളത്തേക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു. ഇത് നിങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രശ്നമല്ല കേട്ടോ, ഒരുപാട് പേർ ഇങ്ങനെയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു വിഷമം തോന്നാം, പക്ഷേ സത്യം ഇതാണ്: നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ പാഴാക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈയൊരു തിരിച്ചറിവിലാണ് എല്ലാം തുടങ്ങുന്നത്. കാരണം നമ്മുടെ സമയത്തിന്റെ കൺട്രോൾ പൂർണ്ണമായും നമ്മുടെ കയ്യിലാണ്. അപ്പോൾ എന്താണ് ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? നമ്മളിൽ പലരും വിചാരിക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ട് 100 കൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു ഏർപ്പാടല്ല ഇത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ഈ കുറഞ്ഞ സമയം നമുക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾക്കായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്തിന് മുൻഗണന കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം, അത്രയുള്ളൂ. ഇതൊന്ന് ശരിയാക്കിയാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? വെറുതെ പോകുന്ന സമയം കുറയും, കുറഞ്ഞ എഫോർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കും. ഏറ്റവും പ്രധാനം, നമുക്ക് വേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. സ്ട്രെസ് കുറയും, നമ്മുടെ വലിയ സ്വപ്നങ്ങളിലേക്കെത്താനും ഇത് സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. വെറുതെ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ? അതാണ് നിങ്ങളുടെ എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നത്. അതായത്, ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനു മുൻപ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എനിക്ക് ജീവിതത്തിൽ ശരിക്കും എന്താണ് വേണ്ടത്? എന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ക്ലാരിറ്റി കിട്ടിയാലേ ബാക്കി കാര്യങ്ങൾക്ക് ഒരു അർത്ഥമുണ്ടാവൂ. നമ്മുടെ ജീവിതത്തെ പ്രധാനമായും 4 ഭാഗങ്ങളായിട്ട് കാണാം. ഒന്ന്, നമ്മുടെ ആരോഗ്യം, സന്തോഷം. പിന്നെ വരുന്നത് നമ്മുടെ സമൂഹം, സുഹൃത്തുക്കൾ. മൂന്നാമത്തത് വീടും കുടുംബവും. നാലാമത്തത് നമ്മുടെ ജോലിയും കരിയറും. ഇതിൽ ഏതെങ്കിലും ഒന്നിനും മാത്രം പ്രാധാന്യം കൊടുത്താൽ പോരാ. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഒരു യഥാർത്ഥ സംതൃപ്തി കിട്ടുന്നത്. ശരി, ഇനി കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ നോക്കാം. എങ്ങനെ വെറുതെ കഷ്ടപ്പെടാതെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം? നല്ല കിടിലൻ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ചില വഴികളാണിത്. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പ്രധാനമായിട്ടും 3 വഴികളുണ്ട്. ഒന്നാമത്തേത്, നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്ന കാര്യങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത്തേത്, ഓരോ ദിവസവും പ്ലാൻ ചെയ്യുന്നതിന് പകരം ഒരാഴ്ച മൊത്തത്തിൽ പ്ലാൻ ചെയ്യുക. ഇനി മൂന്നാമത്തേത്, ഇതാണ് ഏറ്റവും പവർഫുൾ, 80/20 റൂൾ. എന്തിനാണ് ഈ ആഴ്ച മുഴുവൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? കാരണം നമ്മൾ ദിവസവും പ്ലാൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് വരുന്ന ചെറിയ ചെറിയ അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ പെട്ടുപോകും. ഒരു ഫോൺ കോൾ, ഒരു ഇമെയിൽ, അതിൽ നമ്മുടെ ദിവസം തീരും. പക്ഷെ ഒരാഴ്ചത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ടാകും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നിയമം 80/20, ഇതിനെ പെരേറ്റോ പ്രിൻസിപ്പിൾ എന്നും പറയാറുണ്ട്. സംഭവം സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ഇമ്പാക്ട്ഫുള്ളാണ്. ഇത് കേട്ടാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ പാടായിരിക്കും, പക്ഷെ സത്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ വെറും 20%, അതായത് വളരെ കുറച്ച് കാര്യങ്ങൾ, അതാണ് നമ്മുടെ 80% റിസൾട്ടും തരുന്നത്. ഒന്നുകൂടി പറയാം, നമ്മുടെ ഭൂരിഭാഗം വിജയത്തിനും കാരണം നമ്മൾ ചെയ്യുന്ന വളരെ കുറച്ച് ജോലികളാണ്. അപ്പോ ശരിക്കുമുള്ള ചോദ്യം ഇതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ ആ നിർണായകമായ 20% എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടം തരുന്ന ആ കുറച്ച് കാര്യങ്ങൾ, അത് കണ്ടുപിടിച്ച് അതിന് കൂടുതൽ സമയം കൊടുക്കുന്നതാണ് പ്രധാനം. ഓക്കെ, നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി നിലനിർത്താനുള്ള ഊർജ്ജം എവിടെ നിന്ന് കിട്ടും? ഓർക്കുക, നമ്മുടെ ആരോഗ്യമെന്ന് പറയുന്നത് വെറുമൊരു ആരോഗ്യമല്ല, അതൊരു ടൈം മാനേജ്മെന്റ് ടൂൾ കൂടിയാണ്. ഇതൊന്ന് നോക്കൂ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഉറക്കം. ആവശ്യത്തിന് ഉറങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ക്രിയേറ്റിവിറ്റി, അതായത് പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, ഏകദേശം 15% വരെ കുറയും. ചുരുക്കി പറഞ്ഞാൽ, നന്നായി വിശ്രമിച്ചാലേ നന്നായി ജോലി ചെയ്യാൻ പറ്റൂ. സിമ്പിൾ. വളരെ രസമുള്ളൊരു കാര്യമാണിത്, അല്ലേ? ഒരു വർഷത്തെ ജോലി 11 മാസം കൊണ്ട് തീർക്കാം, പക്ഷെ 12 മാസം കൊണ്ട് പറ്റില്ലെന്ന്. എന്താ അതിന്റെ അർത്ഥം? നിർത്താതെ ജോലി ചെയ്താൽ നമ്മുടെ പെർഫോമൻസ് കുറയും. അതുകൊണ്ട് കൃത്യമായ ഇടവേളകളും അവധിയും എടുക്കുന്നത് ഒരു നഷ്ടമല്ല, അതൊരു ആവശ്യമാണ് റീചാർജ് ചെയ്യാൻ. അപ്പോ ഇന്നത്തെ ഈ വിശകലനം നമ്മളിവിടെ നിർത്തുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്ന് സങ്കൽപ്പിക്കുക, നിങ്ങൾക്ക് പെട്ടെന്നൊരു 30 മിനിറ്റ് ഫ്രീ ടൈം കിട്ടി. നിങ്ങൾ എന്ത് ചെയ്യും ആ സമയം കൊണ്ട്? നിങ്ങളുടെ ഉത്തരം അത് പറയും ഇന്ന് കേട്ട കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന്.